ഒരാൾ ഒരു നിധി ഒരിടത്ത് കുഴിച്ചിട്ടു. സ്ഥലം തിരിച്ചറിയാൻ അടയാളവും വെച്ചിരുന്നു. പക്ഷേ കഷ്ടകാലമെന്ന് പറയട്ടെ, ആ ഇടയ്ക്ക് നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി. അയാൾ തന്റെ നിധിക്ക് കരുതി വെച്ചിരുന്ന അടയാളമൊക്കെ ഒലിച്ചുപോയി. എത്ര ശ്രമിച്ചിട്ടും തന്റെ നിധിയുടെ സ്ഥാനം കണ്ടെത്താനോ അതോർത്തെടുക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. സങ്കടക്കയത്തിലായ അയാൾ ഇമാമുൽ ആളം അബൂ ഹനീഫ റഹിമഹുല്ലാഹുവിനെ സമീപിച്ചു. തന്റെ വിഷമം പറഞ്ഞു. മഹാനവർകൾ അയാൾക്ക് പരിഹാരം നിർദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു: താങ്കൾ തഹജ്ജുദ് നിസ്കരിക്കുക. പിറ്റേന്ന് പള്ളിയിൽ ഫജിറിന് അയാളും ഉണ്ടായിരുന്നു. ഇമാമിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ സന്തോഷാധികത്താൽ വിടർന്ന മുഖത്തോടെ മുന്നോട്ട് വന്ന അയാൾ സലാം ചൊല്ലി. തുടർന്ന് പറഞ്ഞു, എനിക്കെന്റെ നിധി കിട്ടി കേട്ടോ. ഇമാം പുഞ്ചിരിച്ചു. അയാൾ സംസാരം അവസാനിപ്പിച്ചിരുന്നില്ല. നിധി എങ്ങനെ കിട്ടിയെന്ന് അയാൾ വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ തഹജ്ജുദ് നിസ്കാരത്തിന് കൈകെട്ടാൻ ഒരുങ്ങവേ പെട്ടെന്ന് എനിക്ക് അന്ന് ഞാൻ നിധി കുഴിച്ചിട്ട സ്ഥലം ഓർമ്മ വന്നു. ഞാൻ ഉടനെ അത് പോയെടുത്തു. ഇത് കേട്ട് ഇമാം അവർകൾ തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഒരു രാത്രി പോലും തഹജ്ജുദ് നിസ്കരിക്കാനോ റബ്ബുമായി മുനാജാത്ത് നടത്താനോ പിശാജ് താങ്കളെ അനുവദിക്കില്ലെന്ന്. അത് തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും അവൻ നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും താങ്കൾക്ക് നിധി കിട്ടിയല്ലോ, ഇനി നിസ്കരിച്ചോളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.